ഇവാൻ പോയതോടെ ഇരുട്ട് തനിച്ചായ പോലെ വല്ലാത്ത ശൂന്യതയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മിലി പറഞ്ഞതുപോലെ തന്നെ പതിയെ നഴ്സിംഗിലേക്ക് തിരിഞ്ഞു. കോളേജിൽ ഞാൻ തനിച്ചായി. പപ്പയെ കുറേ സോപ്പിട്ടു. കുറച്ചകലെയുള്ള ഒരു കോളേജിലേക്ക് മാറി. ആദ്യം മായാൻ്റെ എതിർത്തു. എങ്കിലും ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുമെന്നായപ്പോഴാണോ എന്നറിയില്ല, ആള് സമ്മതം തന്നു. അതാകട്ടെ പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്തായാലും ആ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങി. പുതിയ കോളേജ്, പുതിയ സുഹൃത്തുക്കൾ. വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹരിയങ്കിൾ വന്നു. അന്നത്തെ ഹരിയങ്കിളുമായുള്ള സംസാരത്തിന് ശേഷം അങ്കിള് നല്ല മാറ്റമുണ്ട്. പഴയതുപോലെയൊന്നുമല്ല, വളരെ നോർമലായി. എനിക്കൊട്ടും ദേഷ്യമോ അസ്വസ്ഥതയോ തോന്നാത്ത വിധം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അങ്കിൾ എന്നോട് ഇടപഴകുന്നത്. സത്യം പറഞ്ഞാൽ അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് കൂടാമെന്ന് കരുതി എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് വീട്ടിൽ വന്നു. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. പപ്പയ്ക്കും ഹരിയങ്കിളിനും എല്ലാം ഓക്കെ ആയിരുന്നു. അവർ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വാതന്ത്ര്യം തന്ന് വിട്ടുനിന്നു. എന്നാൽ ആൻറ്റി നേരെ തിരിച്ചായിരുന്നു. അവർ വന്നു പോകുന്നത് വരെ ആൻറ്റി അസ്വസ്ഥയായിരുന്നു. ഞാനത് കാര്യമാക്കിയിരുന്നില്ല. എങ്കിലും യാത്ര പറയാൻ നേരം മമ്മയേക്കാൾ നന്നായി എൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് മായൻ്റെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്നാ. മാത്രമല്ല തല്ലുകൊള്ളിയായ തൻ്റെ മകളെ നേർവഴിക്ക് നടത്താനും ശ്രമിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടെന്താ, മമ്മയുണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ പപ്പയുടെ ലൈഫിലേക്ക് മാത്രമായി ചുരുങ്ങി. എനിക്കിതെല്ലാം പണ്ടേ ശീലമാണ്. എന്തായാലും പപ്പ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ ഹരിയങ്കിൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അങ്കിളിനൊരു മെസ്സേജ് അയക്കും. അപ്പോൾ അന്നത്തെ ജോലി കഴിഞ്ഞാൽ ആൾ നേരെ വീട്ടിലേക്ക് വരും. പിറ്റേ ദിവസം പോകും. പക്ഷേ ആൾ വീട്ടിലുള്ളപ്പോൾ മാത്രമാണ് ഞാൻ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുന്നത്. ആഹാ, ഹരിയങ്കിൾ നേരത്തെ വന്നോ? കുറച്ച്. നീ എപ്പെത്തി? ഞാനിതാ ഇപ്പോൾ വന്നേ ഉള്ളൂ. വന്നു ഫ്രഷായി താഴേക്ക് ഇറങ്ങി.
അങ്കിളിന് കോഫി വേണോ? നീ നിനക്കും എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം എനിക്കും എടുത്താൽ മതി, അല്ലാതെ എനിക്ക് മാത്രമായിട്ട് കോഫി വേണ്ട. ആണോ? എന്നാൽ അങ്കിളിന് നല്ല ഭാഗ്യമുണ്ട്, ഞാൻ കോഫി കുടിക്കുന്നില്ല. ആ, എനിക്കത് അപ്പോഴേ തോന്നി ഇതെങ്ങനെ വരൂ. അയ്യോ അങ്കിള്, കോഫി വേണമെങ്കിൽ പറഞ്ഞോട്ടോ, എന്നെ നോക്കണ്ട, ഞാൻ ഇട്ട് തരാം. ഏയ് അതൊന്നും വേണ്ട. നിന്റെ ഇന്റേൺഷിപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് അടിപൊളിയായിരുന്നു അങ്കിൾ. 1-2 ഞാൻ CV കൊടുത്തിട്ടുണ്ട്, ഇന്റർവ്യൂ ഉണ്ടാകും. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. ആ, അതൊക്കെ ആയിക്കോളൂ, നീ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേ. എനിക്ക് ഇവിടെ തന്നെ വേണം എന്നൊന്നുമില്ല. അങ്കിള് കുറെ നാള് ബാംഗ്ലൂരല്ലായിരുന്നത്, അവിടെ എവിടെയെങ്കിലും നോക്കിയാലോ? എന്താ അഭിപ്രായം? ഇങ്ങനെ എത്ര നാൾ നീ ഇവിടെ നിന്ന് ഓടിയിറങ്ങും പല്ലവി? നീയും മായയും ഇപ്പോഴും സെറ്റായിട്ടില്ല അല്ലേ? ആര് പറഞ്ഞു ഇല്ലെന്ന്? മായ എൻ്റെ എനിക്ക് എന്നും ഒരു നല്ല വഴികാട്ടിയാ. പിന്നെ ഇവിടെ നിന്നും പോകുന്നത് ഞാനായിട്ട് അവരുടെ സ്വർഗത്തിൽ കട്ടറും പാകണ്ട എന്ന് കരുതിയ. അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെന്നേ, നമ്മൾ എന്തിനാ വെറുതെ? സേതുവേട്ടൻ വന്നെന്ന് തോന്നുന്നു. അത് മായ എൻ്റെ നോക്കിക്കോളും. മോളെ പല്ലു എപ്പോ എത്തി? കുറച്ചു നേരം ആയി പപ്പ. പപ്പയുടെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? ആ, കുഴപ്പമില്ല മോളെ. ഹരി വന്നിട്ട് ഒത്തിരി നേരമായോ? ഏയ് ഇല്ല സേതുവേട്ടാ, കുറച്ചു നേരേ ആകുന്നുള്ളൂ. അല്ല പല്ലു, പഠിത്തമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ പ്ലാൻ? ഒരു ജോബ് ശരിയാക്കണം. 1-2 ഫേമിൽ CV അയച്ചിട്ടുണ്ട്. പപ്പ അതല്ലടാ ചോദിച്ചത്. വേറെ എന്താ? അത് പിന്നെ എൻ്റെ മോൾക്ക് ഒരു വരനെ കണ്ടുപിടിക്കാനായോ എന്ന്. ഏയ് അതിനുള്ള ടൈം ആയില്ല പപ്പ. ആദ്യം ഒരു ജോലി, എന്നിട്ട് ബാക്കി. അതെന്തിനാ എത്രയും കാത്തു നിൽക്കുന്നത്? ഇപ്പോഴേ തുടങ്ങിയാൽ ജോബ് റെഡിയായി വരുമ്പോഴേക്കും കല്യാണം ശരിയാവും. അപ്പോൾ പിന്നെ അവർക്ക് സമ്മതമാണെങ്കിൽ ജോലിക്ക് പോകാനും അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനും സാധിക്കുമല്ലോ. അത്രയും വലിയ ബുദ്ധിമോശം ഞാൻ ചെയ്യുന്ന ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതെന്താ പല്ലു അങ്ങനെ ചോദിച്ചത്? അതെ, വിവാഹം കഴിക്കുന്നത് എങ്ങനെയാണ് ബുദ്ധിമോശമാകുന്നത് പല്ലവി? വിവാഹം കഴിക്കുന്നത് ബുദ്ധിമോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ജോലിയേക്കാളും ഒരു പെൺകുട്ടിക്ക് വിവാഹമാണ് വേണ്ടത് എന്ന് പറയുന്നതാ ബുദ്ധിമോശം എന്ന് ഞാൻ പറഞ്ഞത്. അത് പല്ലവി പറഞ്ഞത് ശരിയാ മായ. അവൾ ഇത്രയും പഠിച്ചതല്ലേ, ആദ്യം ഒരു ജോലിയൊക്കെ നേടട്ടെ, എന്നിട്ട് പതിയെ നോക്കാം കല്യാണം, അല്ലേ സേതുവേട്ടാ? സേതു, പല്ലവിയുടെ കാര്യത്തിൽ എന്താ തീരുമാനം? എന്ത് തീരുമാനം? അല്ല, പല്ലവിക്ക് ഇത്രയും വയസ്സായില്ലേ, ഇപ്പോഴേ നോക്കിയാൽ. ആ, നോക്കാം. ഞാനൊരു കാര്യം ചോദിച്ചാൽ സേതുവിന് ദേഷ്യം വരുമോ? അതെന്താ, കേട്ടാൽ എനിക്ക് ദേഷ്യം വരാൻ സാധ്യതയുള്ള ഒരു കാര്യം? അത് പിന്നെ സേതു, ഹരിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് പല്ലവിയെ. മായ, ഇത് നമ്മൾ ഒരിക്കൽ സംസാരിച്ചതാണ്. അവൾ ഡിഗ്രി കഴിഞ്ഞു വന്ന സമയം അവളെ വിവാഹം കഴിച്ച് കാണണമെന്നേ ഉള്ളൂ, അല്ലാതെ ഹരിക്ക് അവളെക്കാൾ എത്രയോ ഏജ് കൂടുതലാണ് മായ. അതായിരിക്കാം, പക്ഷേ അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ? പല്ലവിക്ക് ഹരിയെ ഇഷ്ടമാണെന്ന് നിന്നോടാരാ പറഞ്ഞത്? അതാരെങ്കിലും പറഞ്ഞിട്ട് വേണോ സേതു? അവരെ ഞാനെന്നും കാണുന്നതല്ലേ. ഹോസ്റ്റലിൽ നിന്ന് വരുന്നതിന് മുൻപേ ഹരിയെ ഇങ്ങോട്ട് ക്ഷണിച്ച് മെസ്സേജ് അയക്കുന്നത് അവനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? നമ്മളോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹരിയോട് സംസാരിക്കുന്നതും അവൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നതും അവനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഇപ്പോൾ തന്നെ വിവാഹകാര്യം പറഞ്ഞപ്പോൾ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞത് ഹരിയോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നെനിക്ക് സംശയമുണ്ട്. നീ കരുതുന്ന പോലെ ഒന്നുമില്ല മായ. പിന്നെ ഇന്ന് മാത്യു സാർ ഇവാന് ജോലി കിട്ടിയ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പല്ലവിയെയും ഇവാനെയും കൂടെ ചേർത്ത് വെച്ചാലോ എന്നൊരു അഭിപ്രായം പറഞ്ഞു. ഞാൻ ഓർത്തപ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊരു നല്ല ആലോചനയാണെന്ന് തോന്നി. അതിനു മുമ്പ് അവളുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്നറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഇവാൻ നല്ല പയ്യനാ, അവർ നല്ല സുഹൃത്തുക്കളുമാണ്. മാത്യു സാറിന്റെ വീട്ടിലാകുമ്പോൾ എൻ്റെ മകൾ എന്നും എൻ്റെ കൺവെട്ടത്തിൽ തന്നെ ഉണ്ടാകും. സേതു വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ഞാൻ സേതുവിനെ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതിയ ഒന്നും പറയാതിരുന്നത്. പല്ലവി ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല. അവൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാര്യം, സുഹൃത്തുക്കൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അവളുടെ സുഹൃത്തുക്കളിൽ കൂടുതലും ആൺകുട്ടികളാണ്. ഓരോ തവണ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴും ഓരോ ആൺകുട്ടികളുടെ കൂടെയാണ് അവളിവിടെ വന്നിറങ്ങുന്നത്. ഇതെല്ലാം അവളുടെ സുഹൃത്തുക്കളാണെന്ന് നമുക്ക് മനസ്സിലാകും. അവളിവിടെ വന്നിറങ്ങുന്നത് കാണുന്ന നാട്ടുകാർക്ക് അത് മനസ്സിലാകുമോ സേതു?
ഇവാൻ്റെ ആലോചന നല്ലത് തന്നെയാണ്. പക്ഷേ നാളെ പല്ലവിയുടെ ഈ സ്വഭാവത്തെ മുൻനിർത്തി ഇവിടെയുള്ള ആളുകൾ ഓരോന്ന് പറയുമ്പോൾ മാത്യുവും സ്മിതയും എന്തിന് ഇവാൻ തന്നെ അവരുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ലേ? നോക്ക്, ഹരി ആകുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. കാരണം ഹരിക്ക് പല്ലവിയെ നന്നായി അറിയാം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവരിവിടെ ഉണ്ടാവുകയില്ല. അപ്പം പിന്നെ ആളുകൾ എന്ത് പറയാനാ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഹരിയും പല്ലവിയും എൻ്റേതാണ്. ഇവാനെയും ഞാൻ വേറിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എല്ലാം അറിഞ്ഞു വെച്ചിട്ടും നമ്മൾ എടുക്കുന്ന തീരുമാനം എല്ലാവർക്കും നല്ലതായി വരണമെങ്കിൽ മതിമായേ, നമുക്കിത് പിന്നെ സംസാരിക്കാം. പല്ലവി ഇതുവരെ എഴുന്നേറ്റില്ലല്ലേ? ഇല്ല ഹരി, അവൾ എഴുന്നേൽക്കുന്നേ ഉള്ളൂ. ആ, ഇന്നലെ കുറെ വൈകിയല്ലേ കിടന്നത്. പാവം, എന്നെ നിർബന്ധം കാരണം ഇരുന്നതാ. ഇല്ലെങ്കിൽ എപ്പോഴേ കിടന്നേനെ. അല്ലെങ്കിലും നീ പറഞ്ഞ അവൾ അനുസരിക്കും. അവൾക്ക് നിന്നെ വലിയ കാര്യ. കുറച്ചു കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചേക്കുമായേ. ഇന്ന് 1-2 ഫ്രണ്ട്സിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. ഇനി ഉറക്കത്തിൽ പെടണ്ട. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. സേതുവേട്ടാ, പോയിട്ട് വരാം. അയ്യോ മായേ, എൻ്റെ ഫോൺ ഞാൻ റൂമിൽ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് എടുത്തു തരുമോ? ഹരി. ആ സേതുവേട്ടാ. ഹരി, ഞാൻ ഒരുപാട് നാളായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന് കരുതി വിട്ടുകളഞ്ഞതാ. മായയോട് പോലും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. എന്താ സേതുവേട്ടാ? സേതുവേട്ടന് എന്നോട് എന്ത് ചോദിക്കാലോ? അത് പിന്നെ ഹരി എന്താ വിവാഹം കഴിക്കാത്തത്? കുറച്ചു കൊല്ലം മുമ്പ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു ഞാൻ. ഒരുവിധം എല്ലാം ഓക്കെ ആയതുമാണ്. വിവാഹത്തിൻ്റെ തലേന്ന് ആ കുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോയി. ആ കാര്യം എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ വിവാഹത്തിന് തലേ ദിവസം വരെ അതെത്തില്ലായിരുന്നു. പക്ഷേ അവൾ പറഞ്ഞില്ല. ഒന്നും അറിയാതെ ഞാൻ അവളോടൊപ്പമുള്ള ജീവിതം ഒരുപാട് സ്വപ്നം കണ്ടു. ആദ്യം ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മാറി. പിന്നെ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടേയില്ല. എന്ന് കരുതി ലൈഫിൽ വിവാഹമേ ഇല്ല എന്നൊന്നും ഇല്ല കേട്ടോ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിച്ചാൽ തീർച്ചയായും ഞാൻ വിവാഹം കഴിക്കും. പല്ലവി അങ്ങനെ ഒരാളാണോ? സേതുവേട്ട, നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോൾ എനിക്കെന്തോ അങ്ങനെ തോന്നി. ഹരി എന്നോട് ഒന്നും വിളിക്കണ്ട. മനസ്സിൽ എന്താണെന്നുള്ളത് തുറന്നു പറഞ്ഞോളൂ. അത് സേതുവേട്ട, എനിക്ക് എന്തോ ഒരു ഇഷ്ടമൊക്കെ അവളോട് തോന്നിയിരുന്നു. പക്ഷെ അവള് ചെറിയ കുട്ടിയല്ലേ. അവൾക്കൊരിക്കലും എന്നെ പോലെ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതെനിക്ക് നന്നായി അറിയാം. സോ അവൾക്കെന്നും ഒരു നല്ല സുഹൃത്തായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല സേതുവേട്ടാ. അതെ, അതാണ് അതിൻ്റെ ശരി. അങ്കിള് പോയോ പപ്പ? ആ, ഇപ്പൊ പോയതേ ഉള്ളൂ. എന്തേ? എനിക്ക് ടൗൺ വരെ പോകേണ്ടതുണ്ടായിരുന്നു. ഹരി അങ്കിളിൻ്റെ കൂടെ പോകാമെന്ന് കരുതിയതാ. അതിനിപ്പോൾ എന്താ, അവനിപ്പോൾ പോയിട്ടേ ഉള്ളൂ. നീ ഒന്ന് വിളിച്ചാൽ പോരെ? അവൻ എന്തായാലും തിരികെ വരും. ഇനിയിപ്പോൾ അത് എത്ര ദൂരെയാണെങ്കിലും അവൻ വരും. അത് പിന്നെ ഇല്ലാതിരിക്കും ആൻറ്റി. ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം അങ്ങനെയല്ലേ. എന്നാ പിന്നെ മോള് ഫുഡ് കഴിക്ക്. മായേ, മോൾക്ക് ഭക്ഷണം കൊടുക്ക്. എല്ലാം ടേബിളിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ സേതു. ഇതെന്താ മോളെ ഒരെണ്ണോ? എങ്ങനെ വിശപ്പ് മാറാനാ?
മായ, ഇതിൽ ദോശയില്ലല്ലോ. കിച്ചണിലെങ്ങാനും വേറെ ഇരിപ്പുണ്ടോ? ഇല്ല സേതു, ഞാൻ കരുതി അതിലുണ്ടായിരിക്കുമെന്ന്. ഇത് ശ്രദ്ധ. ഇതെന്താ സ്റ്റാർട്ടാകാത്തത്? ഓ നാശം, ഒരാവശ്യം നേരത്ത് ഇപ്പോഴും ഇതിനുള്ള പണിയാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ ഇനി ആരാ? സനൽ. ഓഫ് മാലാക. ഡാ സനലെ, നീ കറക്റ്റ് ടൈമിനാണ് വിളിച്ചത്. ഇപ്പം എവിടെയുണ്ട്? ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. എന്താടി? ആണോ? എന്നാൽ എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ? എനിക്ക് ടൗണിലൊന്ന് പോകണം. എൻ്റെ വണ്ടി എനിക്ക് പണി തന്നു. ആണോ? ഒരു 5 മിനിറ്റ്, ഞാൻ ദാ വരുന്നു. പല്ലവി സ്കൂട്ടിയിൽ പോകുന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇതാരാ കൂടെ? വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട് മായേ, ഇത് സ്റ്റാർട്ട് ആവുന്നില്ല. ആയിക്കോട്ടെ, സേതു റെഡിയായി ഹാളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവൾക്ക് സേതുവിനോട് പറയായിരുന്നില്ലേ ഒന്ന് കൊണ്ടുവിടാൻ? പല്ലവി വന്നിട്ടുണ്ട് അല്ലേ? ആ, അവള് ഇന്നലെ വന്നു. ആരാ പല്ലവിയുടെ കൂടെ പോയാ ചെറുക്കൻ? കൂടെ പഠിച്ചതായിരിക്കുമല്ലേ? ആ അതെ. എന്നാലും ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കളെ തനിച്ച് ഇങ്ങനെ ചെറുക്കന്മാരുടെ കൂടെ വിടാനുള്ള സേതുവിൻ്റെയും മായയുടെയും ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അതിനിപ്പോ എന്താ, പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. കാലം പുതിയതായിക്കോട്ടെ സേതു, മക്കൾ നമ്മുടേതല്ലേ. ഇപ്പം തന്നെ കണ്ടില്ലേ ആ വക്കീലിൻ്റെ മകൾ? എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു അച്ഛൻ. എന്നിട്ടും പൂച്ചയെ പോലെ ഇരുന്നതാ. അവസാനം ഗുമസ്തൻ്റെ മകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ആ വക്കീൽ അമ്മയില്ലാതെ വളർത്തിയ കൊച്ചല്ലേ അത്. വയസ്സാം കാലത്ത് അയാൾക്ക് സങ്കടപ്പെടാൻ ഒരു കാരണം കിട്ടി, അത്ര തന്നെ. എൻ്റെ മകൾ അങ്ങനെയുള്ള പെൺകുട്ടിയല്ല. അല്ലെങ്കിൽ തന്നെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ കൂടെ ബൈക്കിൽ പോയി എന്നും പറഞ്ഞ് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പല്ലവി അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പൊതുവെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. സേതു എന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? നമ്മളുടെ മകളുടെ ഭാഗത്തെ തെറ്റ്. അത് തിരുത്തുകയല്ലാതെ ഇങ്ങനെ നല്ലത് പറഞ്ഞു തരുന്ന ആളുകളെ കൊണ്ട് മോശം പറയിപ്പിക്കരുത്. സേതുവിനോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ ചുറ്റുമുള്ളവരുടെ കണ്ണും കാതും തുറന്നിരിക്കുന്നത് ഇങ്ങോട്ടേക്കാണ്. എനിക്കിതുവരെ ഇതുപോലുള്ള സംസാരങ്ങളൊന്നും ഇവരുടെ ഭാഗത്തു നിന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. സ്വന്തം മകളാണെന്ന് പറഞ്ഞ് കണ്ണടച്ച് വിശ്വസിച്ചോ? ഇങ്ങനെ ആളുകൾ ഓരോന്നും പറയുമ്പോൾ തലതാഴ്ത്തി നിൽക്കാം. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു അച്ഛനും മകളും. എൻ്റെ മകളെ ഞാനല്ലാതെ പിന്നെ ആരെ വിശ്വസിക്കേണ്ടതുമായ? ചുറ്റുമുള്ളവര് അങ്ങനെ പലതും പറയും. നമ്മൾ എന്തിനാ അതിനൊക്കെ ചെവി കൊടുക്കുന്നത്? മറുപടി കൊടുത്തില്ലെങ്കിലാണ് അവർ എപ്പോഴും നമ്മുടെ നേർക്ക് കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുന്നത്. നീ വെറുതെ ഓരോന്നും പറഞ്ഞ് ഉള്ള പ്രഷർ കൂട്ടാതെ വന്ന് കയറാൻ നോക്ക്. മക്കളെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത് ബുദ്ധിമുട്ടായോ? ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛാ. അച്ഛന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ? എന്തു പറ്റി? എന്താണെങ്കിലും പറഞ്ഞോ. അത് പിന്നെ മോളുടെ മനസ്സറിയാതെ മോളെ ഞങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഒരു ദയവുമില്ലാതെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. തെറ്റ് തിരുത്താൻ ഒരുപാട് വൈകിപ്പോയി എന്നറിയാം. എന്നാലും ഞങ്ങൾക്ക് വയസ്സായി, ഇനി അധികം നാളില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം മോളും സേതുവും ഇവിടെ വന്ന് താമസിച്ചാൽ അത് ഞങ്ങൾക്ക് ഒത്തിരി ആശ്വാസമാകും.
അത് പിന്നെ അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇതുപോലെ ഇടയ്ക്ക് വരാം, അത് പോരെ. അല്ലാതെ ഇവിടെ വന്ന് താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്താ സേതു? ഞങ്ങൾ അന്യരൊന്നും അല്ലല്ലോ. മായയുടെ അച്ഛനമ്മയാണ് ഇപ്പോൾ നിന്റെയും. ഞങ്ങൾ രണ്ട് പ്രായമായ ആളുകളല്ലേ. ഞങ്ങളുടെ നിസ്സാരമായ ഈ ആഗ്രഹമെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണം. അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ പെട്ടെന്ന് എങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തായാലും ആലോചിച്ചിട്ട് അച്ഛനെ അറിയിക്കാം. ശരി, ഒരുപാട് വൈകാതെ ഞങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ചെയ്തെടുക്കുന്നത് തന്നെയാ എൻ്റെ വിശ്വാസം. ഞാൻ ശ്രമിക്കാം അച്ഛ. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. എന്തിനാ സേതു ഇപ്പോഴും എൻ്റെ അച്ഛനെയും അമ്മയും വേറിട്ട് കാണുന്നത്? നമ്മൾ അവിടെ ചെന്ന് നിൽക്കണമെന്ന് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അവർ എത്രയോ വർഷമായി എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ഞാൻ എങ്ങനെയാണ് അവരോട് പറ്റില്ല എന്ന് പറയുന്നത്? അതും ഇത്രയും നിസ്സാരമായൊരു കാര്യം. ഇതെങ്ങനെയാ മായ നിസ്സാരമായൊരു കാര്യമാകുന്നത്? നീ എപ്പോഴെങ്കിലും പല്ലവിയെക്കുറിച്ച് ആലോചിച്ചോ? നമ്മൾ എവിടെ നിന്നും പോയാൽ അവൾ എന്ത് ചെയ്യും? അതിനിപ്പോൾ എന്താ സേതു? നമുക്ക് പോകുമ്പോൾ അവളെയും കൊണ്ടുപോകാം. ഞാൻ അവളെ വേറിട്ട് കണ്ടിട്ടൊന്നുമില്ല. എൻ്റെ അച്ഛനും അമ്മയും സ്വന്തം പേരക്കുട്ടിയെ പോലെ തന്നെ സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ എന്താ? നീ പറയുന്നത് പോലെ ഒന്നും അല്ല മായ. നിന്റെ അച്ഛനും അമ്മയും ആ വീടും പല്ലവിയെ സംബന്ധിച്ച് തീർത്തും അപരിചിതമാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാറേണ്ടി വന്നാൽ അവൾ തിരികെ വീണ്ടും ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് തന്നെ മാറും. ഇപ്പോൾ തന്നെ എത്രയോ നാളുകളായി അവൾ ഹോസ്റ്റലിലാ. ഇപ്പോൾ എൻ്റെ അടുത്തേക്കൊന്ന് വന്നിട്ടേ ഉള്ളൂ. ഇനിയും അവളെ പിരിയാൻ കഴിയില്ല മായേ. അപ്പോൾ അവളെങ്ങാനും കല്യാണം കഴിഞ്ഞു പോയാൽ സേതു എന്ത് ചെയ്യും? മാത്യു സാർ പറഞ്ഞ ആലോചനയാണെങ്കിൽ അവൾ എൻ്റെ കൺമുൻപിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അവളെങ്ങാനും ഇവാനിൻ്റെ കൂടെ കാനഡയിലേക്ക് പോയാൽ? അതിനെല്ലാം ഇനി വർഷങ്ങളുണ്ട് മായ. തൽക്കാലം ഇവിടെ നിന്നും പോകുന്നതിനെ പറ്റി നീ ഇപ്പോൾ ചിന്തിക്കേണ്ട. അത് നടക്കില്ല. മായ, നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? ഇതൊക്കെ വേണോ? വെറുതെ എന്തിനാ അവളെ വിഷമിപ്പിക്കുന്നത്? ഓ, നിനക്കിപ്പോൾ എന്നെക്കാളും വലുത് അവളാണ്. ആയിക്കോട്ടെ, പക്ഷെ നിന്റെ ആഗ്രഹം പോലെ അവളെ നിന്നിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് നീ മറക്കരുത്. എന്തിനാ മായ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവൾക്ക് എന്നെക്കാളും ചേരുന്നത് ഇവാൻ തന്നെയാ. അതെല്ലാം അതിൻ്റെതായ വഴിക്ക് നടന്നോട്ടെ. ഇല്ല ഹരി, ഒന്നും നടക്കില്ല. അവളെ ഞങ്ങളുടെ കൺവെട്ടത്ത് പോലും ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കിപ്പോഴും നീ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല മായ. പല്ലവി നിന്നെ എങ്ങനെ ശല്യം ചെയ്യുന്നു എന്നാ നീ പറയുന്നേ? അതെ, എനിക്കറിയാം. ആർക്കും ഒന്നും മനസ്സിലാകില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് ഒരേ ഒരു വിലങ്ങുതടി പല്ലവിയാ. എനിക്കൊരു കുഞ്ഞിനെ വേണം ഹരി. എനിക്കും സേതുവിനും മാത്രമായൊരു കുഞ്ഞ്. സേതുവിലെ അച്ഛനെന്ന സ്ഥാനവും സ്നേഹവും ആ കുഞ്ഞിലേക്ക് മാത്രമായി ഒതുങ്ങണം. അവിടെ പല്ലവി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിന് സേതു അവളെ വെറുക്കണം. ഇതൊക്കെ കുറച്ച് കൂടുതലാണ് മായേ. നാളെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി എന്ന് കരുതി അവൾ ഒരിക്കലും അതിനെ അംഗീകരിക്കാതിരിക്കില്ല. മാത്രമല്ല, വിവാഹം കഴിഞ്ഞാൽ അവൾ ഇവിടെ ഉണ്ടാകില്ലല്ലോ. പിന്നെന്താ? അവൾ വിവാഹം കഴിക്കുന്നത് ഇവാനെയാണെങ്കിൽ തീർച്ചയായും അവൾ ഇവിടെ തന്നെ കാണും. അല്ലെങ്കിലും ഇവാനുമായുള്ള അവളുടെ വിവാഹമൊന്നും തൽക്കാലം നടക്കാൻ പോകുന്നില്ല. മാത്യു അങ്ങനെ ഒരു കാര്യം സേതുവിനോട് പറഞ്ഞത് സ്മിത അറിയാൻ വഴിയില്ല. അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇത് നടക്കാൻ വഴിയില്ല. ഇനി അഥവാ അവൾ സമ്മതിച്ചാലും സേതുവിന് പല്ലവിയോട് ദേഷ്യമാണെങ്കിൽ ഒരിക്കലും ഇവാനെ വിവാഹം കഴിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തില്ല. അങ്ങനെ വന്നാൽ ഒരു കുഞ്ഞ് എന്ന എൻ്റെ ആഗ്രഹം സേതു യാതൊരു മടിയും ഇല്ലാതെ സമ്മതിച്ചു തരും. അവൾ ഇവിടെ ഉള്ളിടത്തോളം സേതു ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കില്ല ഹരി. എത്രയോ തവണ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നറിയാമോ? ഒരിക്കൽ പോലും സേതു എനിക്ക് അനുകൂലമായി മറുപടി തന്നിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന കാര്യം പറഞ്ഞിട്ട് പോലും സേതു അത് സമ്മതിക്കാത്തത് പല്ലവി കാരണമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ലൈഫിൽ നിന്ന് പല്ലവി പോകണം. അവൾ ഒരിക്കലും ഞങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാത്ത രീതിയിൽ അവൾ ഇവിടെ നിന്ന് മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതോടെ ഞാനും സേതുവും ഞങ്ങളുടെ കുഞ്ഞും എൻ്റെ അച്ഛനും അമ്മയോടൊപ്പം ഒരു വീട്ടിൽ സന്തോഷമായി ജീവിക്കും. ഇനി അവളെ ഇവിടെ നിന്നും ഇറക്കി വിടുന്നത് കൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ അവളെ എടുത്തോ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എന്നു മുതലാ ഇത്രയും ക്രൂരമായി ചിന്തിക്കാൻ തുടങ്ങിയത്? നിനക്കറിയില്ല ഹരി, അന്ന് എബിയും ഞാനും എത്രയോ ആഗ്രഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ ഞാൻ ഗർഭം ധരിച്ചത് എന്നറിയാമോ? എന്നിട്ടോ അതിൻ്റെ മിടിപ്പ് പോലും എനിക്കറിയാൻ കഴിഞ്ഞില്ല. ഒരമ്മയാവുക എന്നത് എത്ര മനോഹരമായ കാര്യമാണ്. അത് പല്ലവി കാരണം എനിക്ക് ഈ ജന്മം മുഴുവൻ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ശരി,
നീ പറഞ്ഞതുപോലെ അവളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിത്തരാം. പക്ഷേ അവളെ ആരും ഇല്ലാത്തവളാക്കരുത്. ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്നാലും സ്വന്തം മകളെ ഇത്രയും സ്നേഹിക്കുന്ന സേതുവേട്ടൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾ വെറുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പെട്ടെന്നോ? ഹരി, എത്രയോ നാളുകളായി ഞാൻ അതിനുള്ള ശ്രമം തുടങ്ങിയിട്ട് എന്നറിയാമോ? ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്തിന് സേതുവിൻ്റെ മനസ്സ് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ തീപ്പൊരിയേ വേണ്ടൂ. അത് അധികം വൈകാതെ ഉണ്ടാവുകയും ചെയ്യും. നിന്റെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് നീ എന്താ എന്നോടൊന്ന് പറയാതിരുന്നത്? ഞാൻ കൊണ്ടുവിടുമായിരുന്നല്ലോ ടൗണില്. നീ എന്തിനാ നിന്റെ ഫ്രണ്ടിനെ വിളിച്ചു വരുത്തിയത്? അയ്യോ പപ്പ, ഞാനായിട്ട് വിളിച്ചതല്ല. അവൻ വിളിച്ചപ്പോൾ ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൂടെ പോയെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾ രണ്ടുപേരും മായൻ്റെ വീട്ടിൽ പോകാൻ നിന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ. നിന്നോട് ഞാൻ പറഞ്ഞു മടുത്തു പല്ലു. എന്തിനാ ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ വീട്ടിലേക്ക് വരുത്തുന്നത്? അല്ല പപ്പ, ഞാൻ നമ്മൾ എന്താ ചെയ്യുന്നത് പറയുന്നത് എന്നും കണ്ണും കാതും പൂർപ്പിച്ചിട്ടാ ചുറ്റുമുള്ളവരെ ഇരിക്കുന്നത്. എന്തിനാ വെറുതെ ആളുകളെ കൊണ്ട് മോശം പറയിപ്പിക്കുന്നത്? ഹാ, എന്റെ സേതുവേട്ടാ, പറയുന്നവർ പറഞ്ഞോട്ടെ. നമ്മൾ എന്തിനാ അതൊക്കെ ചെവി കേൾക്കാൻ നിൽക്കുന്നത്? നമ്മൾ കേൾക്കണമെന്ന് വിചാരിച്ച് കേൾക്കുന്നതല്ല ഹരി. എന്നാലും ഓരോരുത്തരിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഹാ, വിട്ടുകള സേതുവേട്ടാ. എന്താ ഇത്? പല്ലവി, ഇനി ഇതുപോലെയൊന്നും ഉണ്ടാവരുത് കേട്ടോ? കേട്ടോ സേതുവേട്ടാ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. പല്ലവി, നീ റൂമിലേക്ക് ചെല്ല്. പല്ലവി, നീ കരയുവാണോ? ഏയ്, ഞാൻ വെറുതെ. സാരല്ലടോ, പപ്പയല്ലേ. ആ, എനിക്കിതൊക്കെ ശീലമാണ് അങ്കിൾ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അതല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പപ്പയും ഞാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപാട് പപ്പയുടെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്കും കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഞാനെന്താ നന്നാവാത്തെന്നാ. ഞാനൊരു കാര്യം ചോദിച്ചാൽ അങ്കിൾ സത്യം പറയണം. അതിനെന്താ, ചോദിക്കും. ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നത് അത്ര വലിയ തെറ്റാണോ? അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെയാ പല്ലവി. സാധാരണ ആൻറ്റിയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വെക്കാറുള്ളത്. ഇന്നിപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായി. മായ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടാ. താങ്കളുടെ സഹോദരി എന്നെ തല്ലുവാണോ തലോടുവാണോ എന്ന് തമ്പുരാന് മാത്രമേ അറിയൂ. അവളങ്ങനെ നിന്നെ വിഷമിപ്പിക്കണമെന്ന് കരുതി പറയുന്നതായിരിക്കില്ല. നീ അത് മനസ്സിൽ വെക്കണ്ട, വിട്ടുകള. അങ്ങനെ പലതും വിട്ടുകളയുന്നത് കൊണ്ടാങ്കിൽ ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത്. അറിഞ്ഞുകൊണ്ട് ആൻറ്റിക്ക് ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. പപ്പയും ആൻറ്റിയും തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് അവർ തമ്മിൽ വിവാഹം കഴിപ്പിച്ചത്. അവർക്കൊരു ശല്യമാകണ്ട എന്ന് കരുതി ഇവിടെ നിന്നും ഇറങ്ങിയതും അങ്ങനെ തന്നെയാണ്. അവരൊന്നിച്ചുള്ള യാത്രകളിൽ ഞാൻ ഒരിക്കലും അവരുടെ കൂടെ പോകാറില്ല. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒറ്റപ്പെടുത്തിയിട്ടും ഇതുവരയ്ക്കും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. എന്നിട്ടും എൻ്റെ നല്ലതിനെ എന്ന് പറഞ്ഞ് ആൻറ്റി ചെയ്യുന്ന പല കാര്യങ്ങളും എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അങ്കിൾ. അങ്കിൾ പോയിക്കോ, എൻ്റെ മൈൻഡ് അത്ര ശരിയല്ല. നീ ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ? ഏയ്, വയറെല്ലാം നിറഞ്ഞ മട്ട. എനിക്കിനി ഒന്നും വേണ്ട അങ്കിൾ, ഞാനൊന്ന് കിടക്കട്ടെ. ഹലോ പവി, ഇവാൻ, എന്തു പറ്റി? നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? ഞാനിന്ന് പുറത്തു പോയിരുന്നു, അതിൻ്റെയാണെന്ന് തോന്നുന്നു. ചെറിയ തലവേദനയുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് നിന്റെ ശബ്ദത്തിൽ വരുന്ന ചെറിയ മാറ്റം പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ പറയുന്ന കള്ളവും എനിക്ക് മനസ്സിലാകും പവി. ഇല്ല ഇവാൻ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാനൊന്ന് കിടന്നോട്ടെ? ശരി, നീ കിടന്നു, ഞാൻ പിന്നെ വിളിക്കാം. ഞാനെന്നാ കട്ട് ചെയ്തോട്ടെ ഇവാൻ? പവി, ഐ ലവ് യു. ബൈ.